എല്ലാവരും ഒന്ന് മാറണേ. നമ്മുടെ TP സുൽഫത്ത് ചേച്ചിക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. പറഞ്ഞാട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അവരോട് അപ്പോഴേക്കപ്പോഴേ മറുപടി കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയാറില്ല. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ നമുക്ക് ബാബരി മസ്ജിദിനെ കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും പറയാം. ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പന്മാരൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് പള്ളിപ്പറമ്പിൽ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അത് ശരി, ബാബരി മസ്ജിദിനെ കുറിച്ചാണ് ചേച്ചി ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് അല്ലേ? ഏത് 1520 നിർമ്മിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾ ആരാധനകൾ നിർവഹിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ പള്ളിയില്ലേ ബാബരി മസ്ജിദ്, അതിനെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. അതായത് 3.5 നൂറ്റാണ്ടോളം അതിൻ്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കങ്ങളും ഉയർന്നു വരാത്ത ഫൈസാബാദിലെ അയോധ്യയിലെ നമ്മുടെ സുന്ദരമായ ബാബരി മസ്ജിദാണ് സുൽഫത്ത് ചേച്ചിയുടെ സബ്ജക്റ്റ്. അതായത് 4 നൂറ്റാണ്ടും 64 വർഷവും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം വിളിച്ചോതി ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജാതി മത വ്യത്യാസമന്യേ മനുഷ്യത്വം മരവിക്കാത്ത മുഴുവൻ മനുഷ്യരും മുന്നോട്ട് വന്നപ്പോൾ ആ മനുഷ്യരെല്ലാവരും സുൽഫത്ത് ചേച്ചിയുടെ ഭാഷയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് കേൾക്കട്ടെ ബാക്കി. ഈ ഭാരതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസികളായിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ ഇവര് എത്രയോ ഭൂമികൾ നമുക്ക് മുസ്ലിങ്ങൾക്ക് പള്ളികൾക്കും വീടുകൾക്കും ഒക്കെ വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വിട്ടുകൊടുക്കുന്നതിൻ്റെ പുറത്ത് ഇവരെ പ്രധാനപ്പെട്ട ഭൂമികളും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സ്വന്താക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സൈക്കിളില്ല. അത് ശരി, മതില് കെട്ടി ഹിന്ദുക്കളെ അപ്പുറത്തും മുസ്ലിമീങ്ങളെ ഇപ്പുറത്തും നിർത്തി ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും ഇടയിൽ തല്ലുണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മുടെ സുൽഫത്ത് ചേച്ചി ഇപ്പം പറഞ്ഞു വെച്ചത്. സുൽഫത്ത് ചേച്ചിയോട് പറയാനുള്ളതേ, ഈ നക്കാപ്പിച്ച കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് കൈ വെച്ചേക്കണം, അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കാനുള്ളൊരു മനോഭാവം കാണിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടുവന്നത് നമ്മുടെ ഈ രാജ്യം 2 വലിയ ഡിബേറ്റുകൾക്ക് സാക്ഷിയായ മണ്ണാണ്. ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് വ്യൂ, മറ്റൊന്ന് ഓൾട്ടർനേറ്റ് വ്യൂ എന്ന ഗംഭീരമായ ഡിബേറ്റുകൾക്ക് സാക്ഷിയായ മണ്ണാണ്. അതിൻ്റെ വസ്തുതകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈ രാജ്യത്തുള്ളവർ വൈദേശികരല്ലാത്തവരായിട്ട് ആരുമില്ല എന്ന പരമയാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാലേ, അഫ്ഗാന്റെ സമതലങ്ങളിലൂടെ കടന്നു വന്ന ആര്യന്മാർ, ഹിന്ദു നദീതീരത്തേക്ക് വന്ന ആര്യന്മാർ പുതിയ സംസ്കാരമുണ്ടാക്കി സുന്ദരമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ അവർ ജീവിച്ചു മുന്നോട്ട് പോയി. അതേ വഴിയിലൂടെ തന്നെയാണ് കുശാലന്മാർ കടന്നു വന്നത്. അതേ വഴിയിലൂടെയാണ് ബാബറിൻ്റെ നേതൃത്വത്തിൽ മുഗളന്മാർ കടന്നു വന്നത്. അതേ വഴിയിലൂടെ തന്നെയാണ് പേർഷ്യക്കാരും അറബികളും കടന്നു വന്നത്. അങ്ങനെ എല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. എല്ലാവരെയും സ്വന്തം മക്കളെപ്പോലെ ഈ രാജ്യം സ്വീകരിച്ചു എന്ന്